أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. واتل عليهم نبأ إبراهيم إذ قال لأبيه وقومه ما تعبدون قالوا نعبد أصناما فنظل لها عاكفين قال هل يسمعونكم إذ تدعون أو ينفعونكم أو يضرون قالوا بل وجدنا آباءنا كذلك يفعلون قال أفرأيتم ما كنتم تعبدون أنتم وآباؤكم الأقدمون فإنهم عدو لي إلا رب العالمين الذي خلقني فهو يهدين والذي هو يطعمني ويسقين وإذا مرضت فهو يشفين والذي يميتني ثم يحيين والذي أطمع أن يغفر لي خطيئتي يوم الدين رب هب لي حكما وألحقني بالصالحين واجعل لي لسان صدق في الآخرين واجعلني من ورثة جنة النعيم واغفر لأبي إنه كان من الضالين ولا تخزني يوم يبعثون يوم لا ينفع مال ولا بنون إلا من أتى الله بقلب سليم. സ്നേഹത്തിൻ്റെതായ വിശ്വാസികളെ അല്ലാഹുവിൻ്റെയും അവരുടെ പ്രവാചകന്റെയും വിധിവിലക്കുകളും നിയമ നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ രഹസ്യ പരസ്യ മേഖലകളിൽ കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ചുകൊണ്ട് യഥാർത്ഥ മുത്തഖീകളായി ജീവിച്ചു മരിക്കാൻ എങ്ങേയറ്റം പരിശ്രമിക്കണേ എന്ന് എന്നോടും നിങ്ങളോടും വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ് സർവശക്തൻ തൗഫീഖ് ചെയ്യുവാൻ. സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനിലെ 26-ാം അധ്യായമായ സൂറത്തുൽ ശുആറ അതിൻ്റെ 69 മുതൽ അവിടെ നിന്ന് അങ്ങോട്ടുള്ള ഒരു 20ഓളം ആയത്തുകളാണ് ഞാൻ ആമുഖമായി നിങ്ങളുടെ മുമ്പിൽ ഊന്നി വെച്ചത്. ഈ അധ്യായത്തിൽ കൂടുതലായും ചെറിയ ചെറിയ ആയത്തുകളാണ്. ആയത്തുകളുടെ എണ്ണം നോക്കുമ്പോൾ സൂറത്തുൽ ബഖറ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആയത്തുകളുള്ള അധ്യായമാണ് സൂറത്തുൽ ശുആറ. 227ഓളം വചനങ്ങളാണ് ഈ അധ്യായത്തിലുള്ളത്. ശുആറ എന്ന് പറഞ്ഞാൽ കവികൾ എന്നാണ് ഈ സൂറത്തിന്റെ അർത്ഥം. ഈ അധ്യായത്തിൽ കവികളെ സംബന്ധിച്ച് പ്രസ്താവിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ആ പേരിന് നിദാനം. സൂറത്ത് തുടങ്ങുന്നത് കേവല അക്ഷരങ്ങൾ കൊണ്ടാണ്. പല ചരിത്ര ചരിത്രങ്ങളും ഈ അധ്യായത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നുണ്ട്.
ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വൃത്താന്തം പ്രവാചകരെ താങ്കൾ അവർക്ക് ഓതി കൊടുക്കുക. ഇത് ഖാലി അബീഹി വഖൗമിഹി, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ പിതാവിനോടും തന്റെ ഖൗമിനോടും ചോദിച്ച സന്ദർഭം, മാ തഅബുദൂൻ, എന്തിനെയാണ് നിങ്ങൾ ആരാധിക്കുന്നത്? ഇവിടെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഈ ചോദ്യം ചോദിക്കുമ്പോൾ അവർ ആരാധിക്കുന്നത് എന്തിനെയാണ് എന്ന് അറിയാത്തത് കൊണ്ടല്ല. ആ ജനത വിഗ്രഹങ്ങൾക്ക് ആരാധന ചെയ്യുന്നവരാണ്, അതിന്റെ മുന്നിൽ നേർച്ചകളും നിവേദ്യങ്ങളും അർപ്പിക്കുന്നവരാണ്. തന്റെ പിതാവ് പോലും ബിംബങ്ങളെ സ്വന്തം കൈകൊണ്ട് നിർമ്മിക്കുന്ന ബിംബ നിർമ്മാതാവാണ്, അതിന്റെ മുന്നിൽ പൂജ നടത്തുന്ന വ്യക്തിയാണ്. ഇതെല്ലാം അറിയാമെങ്കിലും അവർ ചെയ്യുന്ന പ്രവർത്തനം എന്താണ് എന്ന് അവരുടെ നാവ് കൊണ്ട് അവരെ കൊണ്ട് പറയിപ്പിക്കുക, എന്നിട്ട് അതിലടങ്ങിയ നിരർത്ഥകത ആ ജനതക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പിതാവിനോടും ഖൗമിനോടും ചോദിക്കുകയാണ്, മാ തഅബുദൂൻ, എന്തിനെയാണ് നിങ്ങൾ ആരാധിക്കുന്നത്? ഖാലൂ, ആ ജനങ്ങൾ മറുപടി പറയുകയാണ്, നഅബുദു, ഞങ്ങൾ ആരാധിക്കുന്നു അസ്നാമൻ, ചില വിഗ്രഹങ്ങളെ. വിഗ്രഹങ്ങളെ ആരാധിക്കുക മാത്രമല്ല ഞങ്ങൾ ചെയ്യുന്നത്, ഫനളല്ലു ബിഹാ ആകിഫീൻ, ഞങ്ങൾ അതിന്റെ മുന്നിൽ ഇഅ്തികാഫിരിക്കാറുണ്ട്. ആ വിഗ്രഹങ്ങളുടെ മുന്നിൽ നേർച്ച നടത്തുന്നു, പ്രാർത്ഥനകൾ നടത്തുന്നു. അങ്ങേയറ്റത്തെ വിനയത്തോടെ, ഭക്തിയോടെ, ആദരവോടെ ഞങ്ങൾ ആ വിഗ്രഹങ്ങളുടെ മുന്നിൽ ഇഅ്തികാഫിരിക്കുന്നു, അഥവാ ഭജനമിരിക്കുകയും ഒക്കെ ഞങ്ങൾ ചെയ്യാറുണ്ട്. ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അവരോട് ചോദിക്കുകയാണ്, ഖാല ഹൽ യസ്മഊനകും ഇദ് തദ്ഊൻ, നിങ്ങൾ ഇത്രയേറെ നിങ്ങളുടെ ആരാധ്യ വസ്തുക്കളിൽ പ്രതീക്ഷ അർപ്പിക്കുന്നുവെങ്കിൽ, ഇത്രയേറെ ആരാധനകളുടെ വശങ്ങൾ നിങ്ങൾ കൊണ്ടുപോയി സമർപ്പിക്കുന്നുവെങ്കിൽ, നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ പ്രാർത്ഥനകൾ കേൾക്കാൻ നിങ്ങളുടെ ഈ ആരാധ്യ വസ്തുക്കൾക്ക് കഴിയുമോ എന്ന് ഇബ്രാഹിം അലൈഹിസ്സലാം അവരോട് ചോദിക്കുകയാണ്. ഇനി അതല്ലെങ്കിൽ ഔ യൻഫഊനകും ഔ യദുറൂൻ, ഏതെങ്കിലും തരത്തിലുള്ള ഉപകാരം നിങ്ങൾക്ക് അതുമൂലം ഉണ്ടോ? എന്തെങ്കിലും ഉപകാരം കൊണ്ട് വന്നു തരാൻ ഈ ആരാധ്യ വസ്തുക്കൾക്ക് കഴിയുമോ? ഇനി അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഉപദ്രവങ്ങൾ നിങ്ങളിലേക്ക് കൊണ്ടുവരാനോ നിങ്ങളിൽ നിന്ന് നീക്കി തരുവാനോ നിങ്ങളുടെ ആരാധ്യ വസ്തുക്കൾക്ക് കഴിയുമോ എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അവരോട് ചോദിക്കുകയാണ്. അപ്പൊ ആദ്യം ചോദിച്ചു, എന്തിനെയാണ് നിങ്ങൾ ആരാധിക്കുന്നത്? അവർ കൃത്യമായി പറഞ്ഞു, ഞങ്ങൾ വിഗ്രഹങ്ങളെയാണ് ആരാധിക്കുന്നത്. ആരാധന മാത്രമല്ല, വിഗ്രഹങ്ങളുടെ മുന്നിൽ ഞങ്ങൾ ഭജനമിരിക്കുകയും ചെയ്യാറുണ്ട്. ഇബ്രാഹിം അലൈഹിസ്സലാം വീണ്ടും ചോദിക്കുകയാണ്, എങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കാനുള്ളത് കഴിയുമോ? ഉപകാരമോ ഉപദ്രവമോ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ നിങ്ങളുടെ ആരാധ്യ വസ്തുക്കൾക്ക് കഴിയുമോ? ആ സമയത്ത് പാലൂബൽ, ആ ജനത മറുപടി പറയണേ, ഇല്ല, അങ്ങനെയൊന്നുമില്ല. പക്ഷേ ഞങ്ങൾ ഇതെല്ലാം ചെയ്യാനുള്ള കാരണം വജദ്ന ആബാഅന, ഞങ്ങളുടെ പിതാക്കൾ, ഞങ്ങളുടെ പൂർവികന്മാർ ഇങ്ങനെ ചെയ്തു വരുന്നതായി ഞങ്ങൾ കണ്ടിട്ടുണ്ട്. കദാലിക യഫ്അലൂൻ, അവരൊക്കെ അപ്രകാരം ചെയ്തതായി ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇതെല്ലാം ചെയ്യുന്നത്. കാണാൻ കഴിയില്ല, കേൾക്കാൻ കഴിയില്ല, ഉപകാര ഉപദ്രവങ്ങൾ കൊണ്ടുവരാനോ നീക്കാനോ കഴിയില്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അവരുടെ വിശ്വാസം അവരിലൂടെ തന്നെ തകർന്നടിയുകയാണ്. അതിനുവേണ്ടി അവരുടെ പൂർവികന്മാരെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് ഈ ജനത ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ മുന്നിൽ ഒരു ന്യായീകരണം കൊടുക്കുകയാണ്. ഞങ്ങൾ ഇതിന്റെ മുന്നിൽ ഇത്തരത്തിലുള്ള ആരാധനകൾ ചെയ്യാനുള്ള കാരണം ഞങ്ങളുടെ പൂർവിക പിതാക്കന്മാർ ഇതെല്ലാം ചെയ്തു വരുന്നതായി ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഒരു ന്യായവും ഇല്ലാതെ, ഒരു കാരണവും ഇല്ലാതെ, ഒരു ഗുണവും ഇല്ലാതെ ഞങ്ങളുടെ പിതാക്കന്മാർ ഇത്തരത്തിലുള്ള ഏർപ്പാടുകൾ ചെയ്യുകയില്ല എന്ന് അവർ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മുന്നിൽ സമർത്ഥിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഇവിടെ നമ്മളെല്ലാവരും ഒരു കാര്യം അടിവരായിട്ട് മനസ്സിലാക്കേണ്ടത്, മക്കയിലെ മുശ്രിക്കീങ്ങളുടെ വിശ്വാസത്തെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ ചർച്ച ചെയ്യുമ്പോൾ അല്ലാഹു അല്ലാത്ത ആളുകൾക്ക് അവർ ആരാധനകൾ അർപ്പിച്ചപ്പോൾ അതിനായി മക്കയിലെ മുശ്രിക്കീങ്ങൾ പറഞ്ഞിരുന്ന പല ന്യായങ്ങളിൽ ഒരു ന്യായം, ഞങ്ങൾ ചെയ്യുന്നത് ഇവർ കാണാൻ വേണ്ടിയല്ല, ഞങ്ങൾ ഇവരോട് പ്രാർത്ഥിക്കുന്നത് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഇവർ ഉത്തരം തരാൻ വേണ്ടിയല്ല, നേരെ മറിച്ച് ഞങ്ങളുടെ പൂർവിക പിതാക്കന്മാർ ഇത് ചെയ്തതായി ഞങ്ങൾ കണ്ടു, ഞങ്ങൾ അവരെ അന്ധമായി അനുകരിക്കുകയാണ്. ഇതാണ് ഇസ്ലാമിൽ അന്ധമായ അനുകരണം തഖ്ലീദ് ഇല്ല എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം കൂടിയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഈ ഭാഗം ചർച്ച ചെയ്യുന്ന ഈ വചനങ്ങൾ എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുകയാണ്. തങ്ങളുടെ പൂർവിക പിതാക്കന്മാർ ചെയ്തു
ഫഇന്നഹു അദുവ്വു ലി ഇല്ലാ റബ്ബൽ ആലമീൻ. റബ്ബുൽ ആലമീനായ പടച്ച തമ്പുരാൻ ഒഴികെ നിങ്ങൾ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ ആരാധ്യ വസ്തുക്കളെല്ലാം, അല്ലാഹുവിന് പുറമെയുള്ള ഈ ആരാധ്യ വസ്തുക്കളെല്ലാം എന്റെ ശത്രുക്കളാണ്. ഞാൻ സ്വീകരിക്കുന്നത് റബ്ബുൽ ആലമീനായ പടച്ച തമ്പുരാനെയാണ്. അവൻ മാത്രമാണ് ആരാധ്യൻ, അവനോട് മാത്രമാണ് നാം പ്രാർത്ഥിക്കേണ്ടത്. അവന് പുറമെയുള്ള ഈ ആരാധ്യ വസ്തുക്കളെല്ലാം എന്റെ ശത്രുക്കളാണ് എന്ന് പ്രഖ്യാപിച്ചിട്ട് അല്ലാഹുവെ കൃത്യമായി പരിചയപ്പെടുത്തി കൊടുക്കുന്ന വരികളാണ് അതിനുശേഷമുള്ള ആയത്തുകൾ. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം റബ്ബുൽ ആലമീൻ ആരാണ് എന്ന് കൃത്യമായി തന്റെ ജനതയ്ക്ക് വിശദീകരിച്ചു കൊടുക്കുകയാണ്. എന്തുകൊണ്ടാണ് റബ്ബിനെ ആരാധിക്കണമെന്ന് പറയുന്നത്? എന്തുകൊണ്ടാണ് ആ റബ്ബിനെ പുറമെ മറ്റാരെയും ആരാധിക്കാൻ പാടില്ല എന്ന് പറയുന്നത്? കൃത്യമായി ഖലീലുള്ളാഹി അലൈഹിസ്സലാം അവിടെ നിന്നുകൊണ്ട് പഠിപ്പിക്കുകയാണ്. അല്ലദീ ഖലഖനീ ഫഹുവ യഹ്ദീൻ. ആരാണ് എന്റെ റബ്ബ്? ആ റബ്ബിന്റെ പ്രത്യേകത എന്താ? അവനാണ് എന്നെ സൃഷ്ടിച്ചത്, അവനാണ് ഖാലിഖ്. അല്ലാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണമെന്ന് പറയുമ്പോൾ, അല്ലാഹു അല്ലാത്ത ഒരു ശക്തിയോടും പ്രാർത്ഥിക്കരുത് എന്ന് പറയുമ്പോൾ അതിന്റെ ന്യായമായ കാരണം അല്ലാഹു ഖാലിഖാണ്, അല്ലാഹു സൃഷ്ടാവാണ് എന്നുള്ളതാണ്. ഇബ്രാഹിം അലൈഹിസ്സലാം പറയാ, അല്ലദീ ഖലഖനീ, അവനാണ് എന്നെ സൃഷ്ടിച്ചത്. നോക്കരുകൾ, വിശുദ്ധ ഖുർആൻ നമ്മൾ മറിച്ചു നോക്കുമ്പോൾ വിശുദ്ധ ഖുർആൻ 1-ാം അധ്യായം സൂറ ബഖറ, 1-ാം അധ്യായം സൂറ അൽ ഫാത്തിഹ, അത് കഴിഞ്ഞാൽ 2-ാം അധ്യായം സൂറ ബഖറ, ആ സൂറത്തുൽ ബഖറ ഇതിനെ തുടങ്ങി 1 മുതലുള്ള ആയത്തുകൾ ഇങ്ങനെ പിന്നിട്ട് 21-ാമത്തെ ആയത്തിലെത്തുമ്പോൾ ഖുർആനിന്റെ ഒരു വിളി നമുക്ക് കാണാം. ഖുർആനിന്റെ വിളി, യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ, ഉഅ്ബുദൂ റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ മാത്രം ആരാധിക്കണം, നിങ്ങളുടെ രക്ഷിതാവിനെ മാത്രം ആരാധിക്കണമെന്ന് ലോകത്തുള്ള സകല മനുഷ്യരെയും വിളിച്ചുകൊണ്ട് ഖുർആൻ പ്രഖ്യാപിക്കുമ്പോൾ അതിന്റെ കാരണം എന്താ? യാ അയ്യുഹന്നാസ് ഉഅ്ബുദൂ റബ്ബക്കും അല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലകും തത്തഖൂൻ. അവനാണ് നിങ്ങളെ സൃഷ്ടിച്ചത്, അവനാണ് നിങ്ങളെ മുമ്പുള്ളവരെയും സൃഷ്ടിച്ചത്. ലോകത്തുള്ള സകല മനുഷ്യരെയും, മനുഷ്യനെന്ന് മാത്രമല്ല സകല ജീവജാലങ്ങളുടെയും ഖാലിഖ്, സൃഷ്ടാവ് അല്ലാഹയാണ്. അതുകൊണ്ട് ആ ഖാലിഖായ റബ്ബിനോടല്ലാതെ ഒരാളോട് നമ്മൾ പ്രാർത്ഥിക്കാൻ പാടില്ല. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ ജനതയ്ക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്, എന്റെ റബ്ബ് ഖാലിഖാണ്, അവനാണ് എന്നെ സൃഷ്ടിച്ചത്, അവന് പുറമേയുള്ളതെല്ലാം എന്റെ ശത്രുക്കളാണ്, മറ്റ് ആരാധ്യ വസ്തുക്കളെല്ലാം ഞാൻ ശത്രുക്കളായിട്ടാണ് കാണുന്നത് എന്ന് മാത്രമല്ല, അവനെ എന്നെ സൃഷ്ടിച്ചു എന്ന് മാത്രമല്ല, അല്ലദീ ഖലഖനീ ഫഹുവ യഹ്ദീൻ, എന്നെ സൃഷ്ടിക്കുകയും എനിക്ക് വഴി കാണിച്ചു തരികയും ചെയ്തവനാണ് എന്റെ റബ്ബ്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഫറോവയുടെ അടുക്കൽ ചെന്ന് അല്ലാഹുവിനെ പരിചയപ്പെടുത്തുമ്പോൾ ഫറോവ മൂസ അലൈഹിസ്സലാമിനോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഖാല ഫമൻ റബ്ബുകുമാ യാ മൂസ, ഹേ മൂസ, നിങ്ങളുടെ രണ്ടുപേരുടെയും റബ്ബ് ആരാണ്? മൂസ അലൈഹിസ്സലാം, ഹാറൂൻ അലൈഹിസ്സലാം രണ്ടുപേരോടും കൂടി ഫറോവയുടെ ചോദ്യമാണ്, നിങ്ങളുടെ രണ്ടുപേരുടെയും റബ്ബ് ആരാണ്? ഖാല, മൂസ അലൈഹിസ്സലാമിന്റെ മറുപടി, റബ്ബുനല്ലദീ അഅ്താ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദാ. ഞങ്ങൾ പരിചയപ്പെടുത്തുന്ന റബ്ബിന്റെ പ്രത്യേകത, എല്ലാ വസ്തുക്കളെയും സൃഷ്ടിച്ചത് അവനാണ്. അവൻ സൃഷ്ടിച്ചു എന്ന് മാത്രമല്ല, ഓരോ വസ്തുവിനും അതിൻ്റെതായ ജീവിക്കാൻ ആവശ്യമായ റിസ്ക് നേടാനുള്ള എല്ലാവിധ മാർഗദർശനവും വഴി കാണിച്ചു കൊടുക്കുകയും ചെയ്തവനാണോ അവനാണ് ഞങ്ങളുടെ റബ്ബ് എന്ന് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം കൃത്യമായി അല്ലാഹുവിനെ പരിചയപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ഖലീലുള്ളാഹി അലൈഹിസ്സലാം അല്ലാഹുവിനെ കൃത്യമായി പരിചയപ്പെടുത്തി, അല്ലദീ ഖലഖനീ ഫഹുവ യഹ്ദീൻ, അവനാണ് എന്നെ സൃഷ്ടിച്ചത്, അവനാണ് എനിക്ക് വഴി കാണിച്ചു തരികയും ചെയ്യുന്നത്. അടുത്തതായി ഇബ്രാഹിം അലൈഹിസ്സലാം അല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞു, വല്ലദീ ഹുവ യുത്ഇമുനി വയസ്ഖീൻ, അവനാണ് എനിക്ക് തിന്നാൻ തരുന്നത്, അവനാണ് എന്നെ കുടിപ്പിക്കുന്നത്. സൂറത്തുൽ ബഖറ നിങ്ങൾ വായിച്ചു നോക്കൂ, 22-ാമത്തെ വചനം, അല്ലദീ ജഅല ലക്കുൽ അർള ഫിറാശ വസ്സമാഅ ബിനാഅ വഅൻസല മിനസ് സമാഇ മാഅ ഫഅഖ്റജ ബിഹി മിനൽ തമറാത്തി റിസ്ഖൻ ലക്കും. ഈ ഭൂമി അവൻ നിങ്ങൾക്ക് ഒരു വിരിപ്പാക്കി തന്നു, ആകാശത്ത് ഒരു മേൽക്കൂരയാക്കി തന്നു, ആകാശ ലോകത്ത് നിന്ന് വെള്ളം ഇറക്കി തന്നു. ആ വെള്ളം മൂലം നിങ്ങൾക്ക് ഭക്ഷിക്കുവാനുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ അവരിവിടെ ഉൽപ്പാദിപ്പിച്ചു തരികയും ചെയ്തു. നമുക്ക് വേണ്ടതെല്ലാം ഈ
മരുന്ന് കഴിക്കുന്നു, അതോടൊപ്പം നമ്മൾ പ്രാർത്ഥിക്കുന്നു. ഓരോന്നിനും ഇസ്ലാം ഓരോ കാരണം വെച്ചിട്ടുണ്ട്. വിശക്കുന്നവൻ വിശപ്പ് മാറാൻ ഭക്ഷണം കഴിക്കണം, ദാഹിക്കുന്നവൻ ദാഹം മാറാൻ വെള്ളം കുടിക്കണം, രോഗം വന്നവൻ ചികിത്സിക്കണം, മരുന്ന് കഴിക്കണം. അതോടൊപ്പം തന്നെ അവൻ പ്രാർത്ഥിക്കണം. അവന്റെ രോഗത്തെ പരിപൂർണമായി ശമനം നൽകുന്നത് അള്ളയാണ്. അതുകൊണ്ടാണ് രോഗിയെ സന്ദർശിക്കുമ്പോൾ പോലും അല്ലാഹുമ്മ റബ്ബന്നാസ് അദ്ഹിബിൽ ബഅസ ഇശ്ഫി അൻത ശാഫി ലാ ശിഫാ ഇല്ലാ ശിഫാഉക ശിഫാഅൻ ലാ യുഗാദിറു സഖമാ. അല്ലാഹുവേ, നീയാണ് ശാഫി, നീയാണ് ശമനം നൽകുന്നവൻ. നിന്റെ ശമനമല്ലാതെ വേറെ ഒരു ശമനമില്ല. ഇബ്രാഹിം അലൈഹിസ്സലാം അല്ലാഹുവിനെ പരിചയപ്പെടുത്തുകയാണ്. വിഗ്രഹങ്ങളുടെ മുന്നിൽ പൂജ നടത്തുന്ന, ഇഅ്തികാഫിരിക്കുന്ന, നേർച്ചകൾ അർപ്പിക്കുന്ന പിതാവിന്റെയും ജനതയുടെയും മുന്നിൽ പോയിക്കൊണ്ട് അല്ലാഹുവിനെ പരിചയപ്പെടുത്തുകയാണ്. രോഗം വന്നാൽ ജാറകളിലേക്ക് പോകുന്നവർ, തങ്ങന്മാരുടെ അടുക്കിലേക്ക് പോകുന്നവർ, കണിയാന്മാരുടെ അടുക്കിലേക്ക് പോകുന്നവർ, ജ്യോത്സ്യന്മാരെ കാണാൻ പോകുന്നവർ, ഇസ്ലാമിന് അന്യമായ ശിർക്ക്പരമായ മറ്റു മാർഗങ്ങൾ സ്വീകരിക്കുന്നവർ, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മില്ലത്തിനകത്താണോ പുറത്താണോ എന്ന് ഓരോരുത്തരും സ്വയം പരിശോധന നടത്തേണ്ടതുണ്ട്. വൈദാ മരിത്തു ഫഹുവ യശ്ഫീൻ. ഞാൻ രോഗിയായാൽ എനിക്ക് ശിഫ നൽകുന്നവൻ, എന്റെ രോഗം മാറ്റുന്നവൻ അവനാണ് എന്റെ റബ്ബ്. ഞാൻ പരിചയപ്പെടുത്തുന്ന റബ്ബിന്റെ സവിശേഷത അതാണ്. ആ നാഥന്റെ പ്രത്യേകത അതാണ്. പ്രവാചകന്മാരുടെ ചരിത്രം പറയുന്നത് ഖുർആൻ. അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം രോഗിയായി, എല്ലാവരും ഒറ്റപ്പെട്ടു, ശരീരമാകെ ചീഞ്ഞരിഞ്ഞു, ദുർഗന്ധപൂരിതമായി, പ്രണാമൃതമായി, ഒരാൾക്കും ആ പ്രവാചകനെ കടിക്കാൻ കഴിയാത്ത സാഹചര്യം. എല്ലാവരും ആ പ്രവാചകനെ കഴിയൊഴിഞ്ഞു. എല്ലാവരും ഒറ്റപ്പെട്ട് വീടിന്റെ മൂലക്ക് ഒരു കീറപ്പായയിൽ തനിച്ച് കാലം കഴിച്ചു കൂട്ടുന്ന ആ അയ്യൂബിനെ നിങ്ങൾ ഓർക്കണം. വഅയ്യൂബ ഇദ് നാദാ റബ്ബഹു അന്നി മസ്സനിയ ദുർറു വഅൻത അർഹമുർ റഹീമീൻ ഫസ്തജബ്നാ ലഹു ഫകശഫ്നാ മാ ബിഹി മിൻ ദുർരിൻ വആതൈനാഹു അഹ്ലഹു വമിസ്ലഹും മഅഹും റഹ്മതൻ മിൻ ഇൻദിനാ വദിക്റാ ലിൽ ആബിദീൻ. ചരിത്രം നമുക്കറിയാം, വിശദീകരിക്കാൻ സമയമില്ല. അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രവാചകന്റെ രോഗത്തിന് ശിഫ നൽകി. ശരീരത്തിന്റെ ആരോഗ്യം തിരിച്ചു കിട്ടി. അകന്നുപോയ ബന്ധുക്കാരെല്ലാം അടുത്തു വന്നു. അദ്ദേഹത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആയുസ് കൂട്ടിക്കൊടുത്തു. അദ്ദേഹത്തിന്റെ മരണപ്പെട്ടു പോയ മക്കൾക്ക് പകരമായി ആ പ്രവാചകന് വീണ്ടും മക്കളുണ്ടായി. നഷ്ടപ്പെട്ടു പോയ സമ്പത്തിനായി അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും ആ പ്രവാചകന് സമ്പത്ത് നൽകി. അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉത്തരം കൊടുത്തു. ഇബ്രാഹിം അലൈഹിസ്സലാം പറയാ, വൈദാ മരിത്തു ഫഹുവ യശ്ഫീൻ. ഞാൻ രോഗിയായാൽ എനിക്ക് ശിഫ നൽകുന്നവനാണ് എന്റെ റബ്ബ്. തീർന്നില്ല. വല്ലദീ യുമീതുനി സുമ്മ യുഹ്യീൻ. എന്നെ മരിപ്പിക്കുന്നത് ആ റബ്ബാണ്, എന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നതും ആ റബ്ബ് തന്നെയാണ്. നമ്മുടെ എല്ലാവരുടെയും മരണം എപ്പോൾ, എങ്ങനെ, എവിടെ വെച്ച്, നടത്തത്തിലാണോ, വാഹനത്തിലാണോ, വീട്ടിൽ ഉറക്കത്തിലാണോ, മറ്റെവിടെയെങ്കിലുമാണോ, കഠിനഭാഷയിൽ ഏർപ്പെടുമ്പോഴാണോ, എപ്പോൾ, എങ്ങനെയെന്ന് കൃത്യമായി അറിയുന്നവൻ ലോകത്തിലെ ഒരാൾ മാത്രം. അതാണ് ഞാൻ പരിചയപ്പെടുത്തുന്ന എന്റെ റബ്ബിന്റെ പ്രത്യേകത. അവരാണ് നിങ്ങളെ മരിപ്പിക്കുന്നത്. സുമ്മ യുമീതുകും സുമ്മ യുഹ്യീകും. അല്ലാഹുവിനെ പരിചയപ്പെടുത്തി. പിന്നീട് നിങ്ങളെ മരിപ്പിക്കുന്നത് അള്ളയാണ്, നിങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നത് അള്ളയാണ്. മരണപ്പെട്ട് മണ്ണിൽ കൊണ്ടുപോയി വെച്ച് മണ്ണിന്റെ അംശമായി നീ മാറിയാലും നിന്നെ ഒന്നാമത് സൃഷ്ടിച്ച പടച്ചതമ്പുരാന് നിന്നെ രണ്ടാമത് കൊണ്ടുവരാൻ ഒരു പ്രയാസവുമില്ല. അയഹ്സബുൽ ഇൻസാൻ, മനുഷ്യ നീ വിചാരിക്കുന്നുവോ അല്ല നജ്മഅ ഇളാമ, നിന്റെ എല്ലുകളെ നാം ഒരുമിച്ച് കൂട്ടുകയില്ലെന്ന്. ബലാ ഖാദിരീന അലാ നുസവ്വിയ ബനാന. അതേ നിന്റെ
വിശുദ്ധ ഖുർആൻ വീണ്ടും ചോദിച്ചു, അവലം യറൽ ഇൻസാൻ. വിശുദ്ധ ഖുർആൻ ചോദിക്കുകയാണ്, അവലം യറൗ അന്നല്ലാഹ അല്ലദീ ഖലഖ സമാവാതി വൽ അർദ വലം യഹ്യ ബിഖൽഖിഹിന്ന ബിഖാദിരിൻ അലാ അൻ യുഹ്യിയൽ മൗത. ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിക്കുകയും സംവിധാനിക്കുകയും അതിനെ നിയന്ത്രിക്കുകയും ഒക്കെ ചെയ്തിട്ട് ഒരു ക്ഷീണവും സംഭവിക്കാത്ത പടച്ചതമ്പുരാൻ മനുഷ്യരെ നിങ്ങളെ രണ്ടാമത് കൊണ്ടുവരാൻ കഴിവുള്ളവനല്ലേ? എന്താണ് ഈ ചോദ്യത്തിന്റെ പൊരുൾ? മനുഷ്യരെ സൃഷ്ടിക്കുക എന്നതിനേക്കാൾ എത്രയോ വലിയ കാര്യമാണ് ആകാശഭൂമികളെ സൃഷ്ടിക്കുക എന്നുള്ളത്. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം എല്ലാം നിസ്സാരമാണ്, അവരെല്ലാം നിസ്സാരമാണ്. എന്നാൽ മനുഷ്യരെ നിങ്ങളെ സൃഷ്ടിക്കുന്നതിനേക്കാൾ എത്രയോ വലിയ കാര്യമാണ് ആകാശഭൂമികളെ സംവിധാനിക്കാനുള്ളത്. ആകാശഭൂമികളെ സംവിധാനിച്ച പടച്ചറപ്പ് എന്നിട്ടൊരു ക്ഷീണവും അവന് സംഭവിച്ചിട്ടില്ല എങ്കിൽ നിങ്ങളെ രണ്ടാമത് കൊണ്ടുവരാൻ അവനെന്ത് പ്രയാസമാണ്. ഇബ്രാഹിം അലൈഹിസ്സലാം അല്ലാഹുവിനെ പരിചയപ്പെടുത്തി, വല്ലദീ യുമീതുനീ സുമ്മ യുഹ്യീൻ, എന്നെ മരിപ്പിക്കുന്നതും ഉയർത്തെഴുന്നേൽപ്പിക്കുന്നതുമാണ് റബ്ബാൻ. വല്ലദീ അത്ബഉ അൻ യഗ്ഫിറ ലീ ഖതീഅതി യൗമദ്ദീൻ. പ്രതിഫല നടപടിയുടെ ദിവസത്തിൽ എന്റെ പാപങ്ങളെല്ലാം എനിക്ക് പൊറുത്തു തരണമെന്ന് ആര് പൊറുത്തു തരുമെന്ന് ഞാൻ ആശിക്കുന്നുവോ അവനാണ് എന്റെ റബ്ബ്. എന്റെ പാപം പൊറുത്തു തരാൻ കഴിവുള്ളവൻ, ഞാൻ ആ വിഷയത്തിൽ പ്രതീക്ഷ വെക്കുന്നവൻ അവനാണ് എന്റെ റബ്ബ്. ആരാണ് നമ്മുടെ പാപം പൊറുത്തു തരാൻ ലോകത്തിൽ കഴിവുള്ളവൻ? അതാണ് ഖുർആൻ ചോദിച്ചത്, വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്. പാപം പൊറുക്കാൻ അല്ലാഹയല്ലാതെ വേറെ ആരാണുള്ളത്? ഒരാളുമില്ല. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ. തീർച്ചയായും അല്ലാഹു നിങ്ങളുടെ പാപങ്ങൾ മുഴുവനായും പൊറുക്കുന്നവനാണ്. രാത്രി തെറ്റ് ചെയ്ത മനുഷ്യരുടെ തൗബ സ്വീകരിക്കാൻ പകലിലും, പകൽ തെറ്റ് ചെയ്യുന്ന മനുഷ്യരുടെ തൗബ സ്വീകരിക്കാൻ രാത്രിയിലും അല്ലാഹു സുബ്ഹാനഹു വ തആല സദാ സന്നദ്ധനാണ്. എന്റെ പാപം എനിക്ക് ആര് പൊറുത്തു തരുമെന്ന് ഞാൻ ആശിക്കുന്നുവോ അവനാണ് എന്റെ റബ്ബ്. ഇങ്ങനെ കൃത്യമായി അല്ലാഹുവിനെ പരിചയപ്പെടുത്തി ഒരു മനുഷ്യന്റെ സൃഷ്ടി മുതൽ അവന്റെ ദുനിയാവിന്റെ ജീവിതത്തിന്റെ ഏതേത് മേഖലകളുണ്ടോ, അവന്റെ ആഹാരം, അവന്റെ വെള്ളം, അവന്റെ രോഗശമനം, അവന്റെ ആരോഗ്യം, അവന്റെ ജീവിതം, അവന്റെ മരണം, അവന്റെ ഉയർത്തെഴുന്നേൽപ്പ്, അവന്റെ പ്രതിഫല നടപടിയുടെ ദിവസം, അവന്റെ പാപമോചനം, ഇങ്ങനെ ഒരു മനുഷ്യന്റെ സൃഷ്ടിപ്പ് മുതൽ പരലോകം വരെ പ്രതിപാദിപ്പിച്ചുകൊണ്ട് ഏറ്റവും പ്രധാന ഭാഗങ്ങളെയെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ആ ജനതയുടെ മുന്നിൽ അല്ലാഹുവിനെ എത്ര കൃത്യവും വ്യക്തവുമായ നിലക്കാണ് പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. ഏതൊരാൾ ചോദിച്ചാലും ആരാണ് നിന്റെ റബ്ബ് എന്ന് ചോദിച്ചാൽ ഈ ആയത്ത് മതി. നേർക്ക് നേരെയുള്ള ഇതിന്റെ അർത്ഥം പറഞ്ഞു കൊടുത്താൽ മതി. കൂടുതൽ വിശദീകരണത്തിന്റെ ആവശ്യം പോലും വരുന്നില്ല. മനസ്സിരിച്ച് വായിച്ചാൽ, ഒരു തവണ വായിച്ചാൽ ഏതൊരാൾക്കും മനസ്സിലാകുന്ന രൂപത്തിൽ എത്ര സുന്ദരമായിട്ടാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന ജനതയുടെ മുന്നിൽ അല്ലാഹുവിനെ പരിചയപ്പെടുത്തുന്നത്. ഇത്രയേറെ റബ്ബിനെ കുറിച്ച് പ്രതീക്ഷയുള്ള ഒരു മനസ്സിൽ നിന്ന്, ആ ഹൃദയത്തിൽ നിന്ന് പുറത്തു വരുന്ന പ്രാർത്ഥനാ നിർഭരമായ ചില വാക്കുകളുണ്ട് സഹോദരങ്ങളെ. ആ ഹൃദയത്തിൽ നിന്ന് പുറത്തു വന്ന പ്രാർത്ഥനകളുണ്ട്. അതാണ് ശേഷമുള്ള ആയത്തുകൾ. റബ്ബി റബ്ബിലി ഹുക്മ വഅൽഹഖ്നി ബിസ്വാലിഹീൻ. എന്റെ റബ്ബേ, എനിക്ക് നീ വിജ്ഞാനം പ്രദാനം ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് സ്വീകരിച്ചു. ആ പ്രവാചകന് വിജ്ഞാനം നൽകി. അല്ലാഹുവേ വഅൽഹഖ്നി ബിസ്വാലിഹീൻ, എന്നെ നീ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതും സ്വീകരിച്ചു. ഇബ്രാഹിം അലൈഹിസ്സലാമിനെ പറ്റി ഖുർആൻ പറഞ്ഞു, വഇന്നഹു ഫിൽ ആഖിറതി ലമിന സ്വാലിഹീൻ. അദ്ദേഹം ആഖിറത്തിൽ സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിലായിരിക്കും. പിന്നെ അദ്ദേഹം വജഅലി ലിസാന സിദ്ഖിൻ ഫിൽ ആഖിരീൻ. അല്ലാഹുവേ, പിൽക്കാലക്കാരിൽ എന്റെ സൽകീർത്തി നീ നിലനിർത്തണം. വരും തലമുറയിൽ എന്റെ സൽകീർത്തി നീ നിലനിർത്തണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതും സ്വീകരിച്ചു. ആ പ്രവാചകന്റെ സൽകീർത്തി നിലനിർത്തി. ആ പ്രവാചകന്റെ മകൻ, പുത്രൻ ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം, ആ ഇസ്ഹാഖ് നബിയുടെ മകൻ യാഖൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം, അവരെ സംബന്ധിച്ച് പറയുന്നത് പറയാ, വജഅൽനാ ലഹും ലിസാന സിദ്ഖിൻ അലിയ. നാം അവർക്ക് സൽകീർത്തി ഉണ്ടാക്കി കൊടുത്തു. പിൽക്കാലക്കാരിൽ ലോകാവസാനം
ഫർളായാലും സുന്നത്തായാലും എല്ലാവരും ആ പ്രവാചകന്റെ പേര് പറഞ്ഞുകൊണ്ട് അഭിമാനം കൊണ്ടിരുന്നു. മുസ്ലിങ്ങൾ മാത്രമല്ല, യഹൂദികൾ, ജൂതന്മാർ, നസ്രാനികൾ എല്ലാവരും പറഞ്ഞു ഇബ്രാഹിം ഞങ്ങളുടെ പാർട്ടിക്കാരനാണ്, ഇബ്രാഹിം ഞങ്ങളുടെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് മറുപടി കൊടുത്തു, മാ കാന ഇബ്രാഹിം യഹൂദിയ്യ വലാ നസ്രാനിയ വലാകിൻ കാന ഹനീഫൻ മുസ്ലിമ വമാ കാന മിനൽ മുശ്രിക്കീൻ. ഇബ്രാഹിം യഹൂദിയായിരുന്നില്ല, ഇബ്രാഹിം നസ്രാനിയായിരുന്നില്ല, നേർക്ക് നേരെയുള്ള മുസ്ലിമായിരുന്നു എന്ന് ഖുർആൻ പറയാം. എല്ലാ മതക്കാരും അവകാശപ്പെട്ടു ഞങ്ങളുടെ ആളാണ് ഇബ്രാഹിം എന്ന്. ഇബ്രാഹിം നബിക്ക് വേണ്ടി വാദിക്കുകയാണ് എല്ലാവരും. നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പിൽക്കാലക്കാരിലെല്ലാം ആ പ്രവാചകന്റെ സൽകീർത്തി നിലനിർത്തി കൊടുത്തു, പ്രാർത്ഥന സ്വീകരിച്ചു. വജഅൽനി മിൻ വറസതി ജന്നത്തിൽ നഈം. അല്ലാഹുവേ, സുഖാനുഗ്രഹത്തിന്റെ സ്വർഗ്ഗത്തിലെ ഒരു അനന്തരാവകാശി എന്നെ നീ ആക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രാർത്ഥനയും സ്വീകരിച്ചു. ആ പ്രവാചകനെ കാത്തിരിക്കുന്നത് ആകാശ ഭൂമികളോളം വിശാലമായ സ്വർഗ്ഗമാണ്. പിന്നെ ഒരു കാര്യം കൂടി ചോദിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിച്ചിട്ട് കൊടുക്കായിരുന്ന ഒന്ന് മാത്രമേ ഉണ്ടായുള്ളൂ, ബാക്കിയെല്ലാം കൊടുത്തു. അതേതായിരുന്നു? വഗ്ഫിർ ലി അബി, എന്റെ വാപ്പാക്ക് നീ പുറത്തു കൊടുക്കണം. ഇന്നഹു കാന മിനൽ ളാലിമീൻ, അദ്ദേഹം വഴിപിഴച്ചു പോയ ജനവിഭാഗത്തിൽ പെട്ടിരിക്കുകയാണ്. വലാ തുഖ്സിനി യൗമ യുബഅസൂൻ, ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ എന്നെ നീ അപമാനിക്കരുത്. യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ, സമ്പത്തും സന്താനങ്ങളും ഒന്നും ഉപകരിക്കാത്ത ദിവസം. ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, സുരക്ഷിതമായ ഹൃദയം, കുറ്റമറ്റ ഹൃദയവുമായി അല്ലാഹുവിന്റെ അടുക്കൽ ചെന്നവനല്ലാതെ ഒരാളും രക്ഷപ്പെടുകയില്ല. അവർക്കല്ലാതെ രക്ഷയില്ല. സമ്പത്തും സന്താനങ്ങളൊന്നും പ്രയോജനം ചെയ്യുകയില്ല. ആ ദിവസത്തിൽ നീ എന്നെ അപമാനിക്കരുത്, എന്റെ ബാപ്പാക്ക് നീ പുറത്തു തരണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുത്തില്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയിൽ മാതൃക ഉണ്ട് എന്ന് ഖുർആൻ പറഞ്ഞു. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ മാതൃക ഉണ്ട് എന്ന് ഖുർആൻ പറഞ്ഞു. നമുക്കുള്ള മാതൃക ഖുർആൻ പറഞ്ഞത് രണ്ട് വ്യക്തികളെ പറ്റിയാ. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ പ്രവാചകനിൽ മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഉത്തമമായ മാതൃകയുണ്ട്. ഇബ്രാഹിം നബിയെ പറ്റി എന്താ പറഞ്ഞത്? ഖദ് കാനത് ലക്കും ഉസ്വത്തുൻ ഹസനത്തുൻ ഫീ ഇബ്രാഹിം, നിങ്ങൾക്ക് ഇബ്രാഹിം നബിയിൽ ഉത്തമമായ മാതൃകയുണ്ട്. നോക്ക് നിങ്ങൾ, മുഹമ്മദ് നബിയോട് അല്ലാഹു എന്താ പറഞ്ഞത്? സുമ്മ ഔഹൈനാ ഇലൈക അനിത്തബി മില്ലത ഇബ്രാഹിം ഹനീഫ, മുഹമ്മദ് നബിയെ ഇബ്രാഹിം മില്ലത്തിനെ ഫോളോ ചെയ്യണം. നോക്ക് നിങ്ങൾ, മുഹമ്മദ് നബിയോട് അല്ലാഹു പറയാ ഇബ്രാഹിം മില്ലത്തിനെ പിൻപറ്റണം. ഒരു കാര്യത്തിൽ ഒഴികെ ബാക്കി എല്ലാ വിഷയത്തിലും നിങ്ങൾക്ക് ഇബ്രാഹിം നബിയെ മാതൃകയുണ്ട്. എന്താ? ബാപ്പാക്ക് വേണ്ടി പാപമോചനം തേടിയത്. ബാപ്പ മുശ്രിക്കാണ്. മുശ്രിക്കീങ്ങൾക്ക് വേണ്ടി പാപമോചനം തേടാൻ പറ്റുമോ? പറ്റുകയില്ല. അല്ലാഹുവിനോട് ആ പ്രവാചകൻ ബാപ്പക്ക് വേണ്ടി പൊറുക്കലിനെ ചോദിച്ചു, അല്ലാഹു പുറത്തു കൊടുത്തില്ല. ഇനി മാത്രമല്ല, ഖുർആൻ സൂറത്ത് തൗബയിൽ പറയുന്നുണ്ട് ആ ചരിത്രം. തന്റെ വാപ്പയോട് ചെയ്ത ഒരു കരാറിന്റെ അടിസ്ഥാനത്തിൽ, വാഗ്ദത്തത്തിന്റെ അടിസ്ഥാനത്തിലാണ് ബാപ്പാക്ക് വേണ്ടി പൊറുക്കലിനെ ചോദിച്ചത്. ബാപ്പ അല്ലാഹുവിന്റെ ശത്രുവാണ്, ഇനി മാറ്റമുണ്ടാകില്ല എന്ന് പൂർണ്ണമായും ബോധ്യപ്പെട്ടപ്പോൾ അതിൽ നിന്ന് ആ പ്രവാചകൻ പിന്മാറുകയും ചെയ്തു. അതുകൊണ്ട് ആ വിഷയത്തിൽ നിങ്ങൾക്ക് മാതൃകയില്ല. മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ മുശ്രിക്കീങ്ങളാണെങ്കിൽ അവർക്ക് വേണ്ടി പാപമോചനം തേടാൻ നമുക്ക് അനുവാദമില്ല. ഈ ഒരു വിഷയത്തിൽ ഒഴികെ ബാക്കി എല്ലാത്തിലും നിങ്ങൾക്ക് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ മാതൃകയുണ്ട്. ഒന്നുകൂടി ചേർക്കുക, ആഡ് ചെയ്യുക. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവോട് ചോദിച്ചു, ഞാൻ എന്റെ ഉമ്മാക്ക് വേണ്ടി പൊറുക്കലിനെ ചോദിച്ചോട്ടെ? അല്ലാഹുവോട് അനുവാദം ചോദിച്ചു, എന്റെ ഉമ്മാക്ക് വേണ്ടി ഞാൻ പാപമോചനം തേടിക്കോട്ടെ? അല്ലാഹു ഒന്നും പറ്റില്ല. എന്നാൽ ഞാൻ എന്റെ ഉമ്മയുടെ ഖബറൊന്ന് സിയാറത്ത് ചെയ്തോട്ടെ? അല്ലാഹു സുബ്ഹാനഹു വ തആല പെർമിഷൻ കൊടുത്തു. ആ ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ് ശാഫി മദ്ഹബിലെ പണ്ഡിതന്മാരായ ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹിയെ പോലെയുള്ള ആളുകൾ പറഞ്ഞത്, മുശ്രിക്കീങ്ങൾക്ക് വേണ്ടി പാപമോചനം തേടാൻ പറ്റില്ല, എന്നാൽ മുശ്രിക്കീങ്ങളുടെ ഖബർ സിയാറത്ത് ചെയ്യാം, അതിന്റെ തെളിവ് ഈ സംഭവമാണ് എന്ന് ഇസ്ലാമിക ലോകത്ത് കഴിഞ്ഞുപോയ പണ്ഡിതന്മാർ പറഞ്ഞു. വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ആ വിഷയത്തിൽ പണ്ഡിതന്മാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഏതായിരുന്നാലും വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ മനസ്സിലാക്കുക, ഇതാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. ഞാൻ ഓതി വെച്ചതും വിശദീകരിച്ചതും 26-ാം അധ്യായം സൂറത്തുൽ ശുഅറാ 69 മുതൽ അവിടെ അങ്ങോട്ട്
നമ്മുടെ കുടുംബത്തിൽ അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നവരോ അല്ലാത്തവരോട് നേർച്ചകൾ അർപ്പിക്കുന്നവരോ ഏതെങ്കിലും ജാറകളിൽ പോയി സങ്കടം പറയുന്നവരോ ഉണ്ടെങ്കിൽ അവർക്ക് ഈ ആയത്തുകൾ ഊതിക്കൊടുത്ത് അള്ളാഹുവിനെ പരിചയപ്പെടുത്തി ഇബ്രാഹിം നബിയുടെ മില്ലത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നാം പരിശ്രമിക്കുക. അള്ളാഹു സഹായിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على محمد وعلى آل محمد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. عن أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم العمرة إلى العمرة كفارة لما بينهما والحج المبرور ليس له جزاء إلا الجنة رواه مسلم. ഒരിക്കൽ കൂടി അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ സൂക്ഷിക്കുന്ന മുത്തഖീകളായി തീരുവാൻ ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഒരു ചെറിയ പ്രവാചക വചനമാണ് നിങ്ങളെ കേൾപ്പിച്ചത്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഉംറതു ഇലൽ ഉംറ, ഒരു ഉംറ അടുത്ത ഉംറ വരേക്കും കഫാറത്തുൽ ലിമാ ബൈനഹുമ, അതിനിടയിലുള്ള പാപങ്ങളെല്ലാം പൊറുക്കപ്പെടുന്നതാണ്. വല ഹജ്ജുൽ മബ്റൂർ, പുണ്യകരമായ ഹജ്ജ്, ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന, അതിനുള്ള പ്രതിഫലം സ്വർഗ്ഗമല്ലാതെ വേറൊന്നില്ല. പുണ്യകരമായ ഹജ്ജ് നിർവഹിച്ച ഒരു വ്യക്തിയെ കാത്തിരിക്കുന്നത്, അവർ തിരിച്ചു വരുന്നത് ഉമ്മ പ്രസവിച്ച കുഞ്ഞിനെ പോലെ പാപമുക്തരായിട്ടാണ്. അവർക്കുള്ള പ്രതിഫലം സ്വർഗ്ഗമാണ്. ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും പുണ്യഭൂമിയിൽ ഹജ്ജും ഉംറയും നിർവഹിക്കാൻ എത്തിച്ചേർന്ന ആളുകൾ ഹജ്ജിന്റെ ദിവസങ്ങൾ കഴിഞ്ഞു, അതിന്റെ കർമ്മങ്ങൾ കഴിഞ്ഞു. ഒരുപക്ഷെ ഈ ദിവസങ്ങൾ അവിടെ തങ്ങുന്നവരുണ്ടാകാം, മദീന സന്ദർശനങ്ങൾ നടത്തുന്നവരുണ്ടാകാം. ഏതായിരുന്നാലും തിരിച്ചു വരാനുള്ള തയ്യാറെടുപ്പുകളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് ഹജ്ജിന് വേണ്ടി പുറപ്പെട്ട നമ്മുടെ സഹോദരി സഹോദരന്മാർ, ലോകത്തിന്റെ പല ഭാഗത്ത് നിന്ന് കടന്നു വന്ന വിശ്വാസിനികൾ, അവർക്ക് ഒരു പ്രയാസവുമില്ലാതെ അവരുടെ നാട്ടിലേക്ക് സുരക്ഷിതരായി തിരിച്ചെത്താനുള്ള എല്ലാവരുടെ തൗഫീഖും നാഥൻ പ്രദാനം ചെയ്യുമാറാകട്ടെ. പുണ്യഭൂമിയിൽ എത്തിച്ചേർന്ന അവർ നിർവഹിച്ച ഹജ്ജും ഉംറയും അല്ലാഹു സുബ്ഹാനഹു വ തആല പരിപൂർണമായി അവരിൽ നിന്ന് കബൂൽ ചെയ്ത് അർഹമായ പ്രതിഫലം നൽകി നാഥൻ അവരെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനിയും ആ നാട്ടിൽ എത്തിച്ചേരാൻ ഭാഗ്യം ലഭിച്ചിട്ടില്ലാത്ത, ശാരീരികമായി സാമ്പത്തികമായി അതിന് കഴിവില്ലാത്ത, പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, എന്നാൽ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകളുടെയും എല്ലാവിധ പ്രയാസങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റിക്കൊടുത്ത് ആ പുണ്യഭൂമിയിൽ എത്തിച്ചേരാൻ വരും സമയങ്ങളിൽ, വരും കാലങ്ങളിൽ ഒരു ഹജ്ജും ഉംറയും നിർവഹിക്കാനുള്ള എല്ലാവിധ ആഫിയത്തും ദീർഘായുസ്സും താക്കത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. പുണ്യഭൂമിയിൽ എത്തിച്ചേർന്ന് ഹജ്ജിന്റെ കർമ്മങ്ങൾ തുടങ്ങുന്നതിന് മുമ്പേ മരണപ്പെട്ടു പോയ സഹോദരങ്ങളുണ്ട്, അതിന്റെ ഇടയിൽ വെച്ച് മരണപ്പെട്ടു പോയ സഹോദരങ്ങളുണ്ട്. ഇനിയും എന്തും സംഭവിക്കാം യാത്രക്കിടയിലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ നമ്മിൽ നിന്ന് വേർപിരിയുന്ന ആളുകൾക്ക് മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. അവരുടെ പാപങ്ങളെല്ലാം പുറത്തു കൊടുത്ത് ആകാശ ഭൂമികളോളം വിശാലമായ സ്വർഗീയ ആരാമത്തിൽ അവരെയും നമ്മെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ സഹോദരങ്ങളെ, നമ്മളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത രോഗികളായ നിരവധി ആളുകളുണ്ട്. വീടുകളിലും ഹോസ്പിറ്റലിലുമായി കഴിച്ചുകൂട്ടുന്നവരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ രോഗങ്ങൾക്കെല്ലാം പരിപൂർണമായ ശിഫ നൽകി പൂർണ്ണ ആഫിയത്തോടെ നമ്മിലേക്ക് തിരിച്ചു വരാൻ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. മറ്റൊരു കാര്യം, ഇവിടെ പെരുന്നാൾ ദിവസം നടന്ന ഉദ്ഹിയത്ത് എന്ന മഹത്തായ ബലികർമ്മം, അതിൽ പങ്കെടുത്ത, അതിനോട് സഹകരിച്ച, ശരീരം കൊണ്ട് രാവിലെ മുതൽ വൈകുന്നേരം ഇവിടെ നിന്ന് പണിയെടുത്ത് അതിന്റെ പിന്നിൽ അധ്വാനിച്ച മുഴുവൻ ആളുകൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ആഫിയത്തുള്ള ദീർഘായുസ്സ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അവർക്ക് അല്ലാഹു ആരോഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഉദ്ഹിയത്തിലേക്ക് ഷെയർ കൊടുത്ത, സാമ്പത്തികമായി തന്റെ സമ്പത്തിൽ നിന്നൊരു വിഹിതം മാറ്റിവെച്ച ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ സമ്പത്തിൽ ഐശ്വര്യവും അഭിവൃദ്ധിയും വർദ്ധനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ ബിസിനസ്സിൽ, ഇടപാടിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ലാഭം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങൾ, അല്ലാഹു നൽകിയ ആരോഗ്യം, അല്ലാഹു നൽകിയ സമ്പത്ത്, അല്ലാഹു നൽകിയ അറിവ്, ഇതെല്ലാം അല്ലാഹുവിന്റെ മാർഗത്തിലേക്കായി വിനിയോഗിക്കാനുള്ള വിശാല മനസ്സിന്റെ ഉടമകളായി നമ്മളെല്ലാവരും മാറണം. അല്ലാഹു